നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSKക്ക് ഇന്ന് ജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് അവസ്ഥ. കളിച്ച 2 കളികളും പൊട്ടി. ബൗളിംഗ് വല്ലാത്ത ഒരു ദുസ്ഥിതിയിലാണ് എന്ന് വീണ്ടും വെളിവായി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. മാറ്റങ്ങൾ അവരുടെ ടീമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എതിർഭാഗത്താവട്ടെ നിലവിലെ ചാമ്പ്യന്മാർ ആദ്യ കളിയിൽ പൊളിച്ചടുക്കിയ ടീം RCB ആണ്. അപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇന്നൊരു കരുത്തുറ്റ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിരിക്കുന്നത്. CSKയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ 2 ഓവർസീസ് പ്ലെയേഴ്സിനെ വെച്ചാണ് അവർ കളിച്ചത്, നൂർ അഹമ്മദും മാറ്റ് ഹെൻറിയും. എന്നിട്ടും അവരുടെ ബൗളിംഗ് ലാക്സ് ടീത്ത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരുത്താനുള്ള ശ്രമത്തിലേക്ക് അവർ പോയേക്കും. JB ഒവേർട്ടനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഖിൽ ഹുസൈൻ, ഒരു പക്ഷേ 2 പേരെയും ഒരുമിച്ചും കളിപ്പിച്ചേക്കും. പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 2 സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങുക, നൂർ അഹമ്മദും അഖിൽ ഹുസൈനും അങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി റിസ്ക്കിയാണ്. മേ ബി നൂർ അഹമ്മദിനെ ഒഴിവാക്കി ഗുർജപ്രീത് സിംഗിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, പേസർ ഗുർജപ്രീത് സിംഗിനെ. അപ്പോൾ ചോദിക്കും നൂർ അഹമ്മദിനൊക്കെ മാറ്റുമോയെന്ന്. ഇപ്പോൾ 2 കളി പൊട്ടിയല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കണം. അപ്പോൾ അതുകൊണ്ട് മാറ്റങ്ങൾ എങ്ങനെയാണ് വരുത്തുക എന്നുള്ളത് കണ്ടറിയണം. കോമ്പിനേഷൻസ് പലത് പരീക്ഷിക്കാൻ അവർ തയ്യാറാവും. ഡേവൽഡ് ബ്രവിസ് മടങ്ങിയെത്തുമോ എന്നുള്ള ചോദ്യമില്ലേ. ബ്രവിസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡൗട്ട്ഫുൾ ആണ്. ഇപ്പോൾ ലഭ്യമാവുന്നൊരു വിവരം പങ്കുവെക്കാം. ബ്രവിസ് ഈസ് സെറ്റ് ടു പ്ലേ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഓൺ April 11 എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്നൊരു വിവരം. അങ്ങനെയെങ്കിൽ ഈ കളി അദ്ദേഹം കളിച്ചേക്കില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ CSKയുടെ ഒരു ബാറ്റിംഗ്, ഒരു പ്രോബിൾ 11 അല്ലെങ്കിൽ പ്രോബിൾ 12 എങ്ങനെയാവും നോക്കാം. സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ആയുഷ് മാത്രേ, സർഫ്രസ് ഖാൻ, ശിവൻ ദ്യൂബെ, കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ, മാറ്റ് ഹെൻറി, നൂർ അഹമ്മദ് അല്ലെങ്കിൽ ഗുർജപ്രീത് സിംഗ്, ദെൻ അൻഷുൽ കംബോജ് ഓർ ജെയ്മി ഒവേർട്ടൻ, ദെൻ ഖലീൽ അഹമ്മദ്. നമ്പർ 12 രാഹുൽ ചാഹറോ അഖിൽ ഹുസൈനോ വന്നേക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗ് ക്ലിക്കായിട്ടുണ്ട്, എന്നിട്ടും ചേട്ടൻ ആ ഒരു മികവ് കാണിച്ചില്ല. ചേട്ടൻ്റെ മികവ് ഇന്ന് പുറത്തു വരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് CSK ആരാധകർ. ആയുഷ് മേത്രയും അതുപോലെ സർഫ്രാസ് ഖാനും ശിവൻ ദ്യൂബയും ഒക്കെ കഴിഞ്ഞ കളിയിൽ മികവ് കാണിച്ചിട്ടുണ്ട്, അത് തുടരണം. ഒപ്പം നായകൻ പൃഥുവും മികച്ച പ്രകടനം നടത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യമാണ്. ജോഷ് ഹേസൽവുഡ് ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജിതേഷ് ശർമ്മ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട കൂട്ടത്തിൽ ജോഷ് ഹേസൽവുഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ ബെറ്റർ മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. അപ്പോൾ ഡൗട്ട്ഫുൾ ആണ് എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഹേസൽവുഡിന് പകരം കഴിഞ്ഞ കളിയിൽ കളിച്ച ഡഫി മികച്ച പ്രകടനമായിരുന്നു, അദ്ദേഹം തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും അങ്ങനെ ജോഷ് ഹേസൽവുഡ് കളിക്കുന്നില്ലെങ്കിൽ RCB പിന്നെ അവരുടെ പ്ലേയിങ് 12 മാറ്റം വരുത്തില്ല എന്നാണ് കരുതേണ്ടത്. അപ്പോൾ RCBയുടെ ഒരു പ്രോബിൾ ഇങ്ങനെയാണ്: വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവദത്ത് പട്ടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, അഭിനന്ദൻ സിംഗ്, ദെൻ ജേക്കബ് ഡഫി ഓർ ജോഷ് ഹേസൽവുഡ്. ദെൻ നമ്പർ 11 സുയാഷ് ശർമ്മ ഇമ്പാക്റ്റ് സബായിട്ട് കളിച്ചേക്കും. ജേക്കബ് ബത്തൽ ഈ കളിയിലും പുറത്തിരിക്കും എന്ന് വേണം കരുതാൻ. അപ്പോൾ തങ്ങളുടെ മികവ് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി RCBയും പോയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനായിട്ട് CSK ഇറങ്ങുമ്പോൾ നല്ലൊരു പ്രകടനമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് 6 IPL മത്സരങ്ങളിൽ നിന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ചേസിങ് ടീം 4 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേസിങ്ങിന് കൂടുതലൊരു പ്രാധാന്യത്തിന് സാധ്യതയുണ്ട്. 200-ലധികം റൺസ് ചേസ് ഡൗൺ ചെയ്യുന്നത് കഴിഞ്ഞ 3 മത്സരങ്ങളിൽ, 6 കളികൾ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ 3 കളികളിലും 200-ലധികം റൺസ് ചേസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ഹൈ സ്കോറിംഗ് മാച്ചാണ്. സൺഡേയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ സൺഡേ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും പാർഷ്യലി ക്ലൗഡി ആയിരിക്കും ബാംഗ്ലൂരുവിലെ ഈവനിങ് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ടെമ്പറേച്ചർ അറൗണ്ട് 26 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഏതായാലും മികച്ചൊരു പോരാട്ടത്തിനുള്ള കണ്ടീഷൻസൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.